ഹലോ, വെൽക്കം ബാക്ക്. ഹൗ ആർ യു? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്, കോശങ്ങളും കോശജാലങ്ങളും എന്ന് പറയുന്ന നമ്മളുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ക്രിസ്മസ് എക്സാം ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. സോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും അങ്ങനെ അവൈലബിൾ അല്ല ഈ ഒരു ടോപ്പിക്കിൽ. സോ നമ്മൾ നോക്കാം. കോശങ്ങളും കോശജാലങ്ങളും, സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് എന്താ പറയണത്? നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതല്ലേ. സോ നമുക്കറിയാം, അതിൽ പ്ലാൻ സെല്ലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പ്ലാൻ സെല്ലിനെ കുറിച്ചിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സെൽ ഓർഗനലൈസ്, കോശാംഗങ്ങളെ കുറിച്ചിട്ട് പഠിച്ചു. പിന്നെ കോശ കലകൾ, ടിഷ്യൂസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് പഠിച്ചു. പിന്നെ കുറച്ച് ശാസ്ത്രജ്ഞന്മാരെ പഠിച്ചു. പിന്നെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ലെറ്റർ സക്സസ് എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നിട്ടില്ലേ, വിലയിരുത്താം എന്ന് പറയുന്ന ലാസ്റ്റ് പോർഷൻ, അത് നിങ്ങൾ എന്തായാലും നോക്കണം. അതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ചിലപ്പോൾ അങ്ങനത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് നോക്കുക. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡയഗ്രാംസ് ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഡയഗ്രാം തന്നിട്ട് റീഡ്രോ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഡയഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടാകും. ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ഡയഗ്രാംസ് ഉണ്ട്. ഓരോ സെൽ ഓർഗനൈസേഷൻ്റെയും ഡയഗ്രാം നമ്മളുടെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് ടിഷ്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആനിമൽ ടിഷ്യൂസ്, കലകൾ, എപ്പിത്തേലിയൽ, മസ്കുലാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കലകളുണ്ട്. അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഡയഗ്രാംസ് നിങ്ങൾക്ക് എന്തായാലും ഒരു ഡയഗ്രാം കണ്ടാൽ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, എല്ലാം റീഡ്രോ ചെയ്യിപ്പിക്കൊന്നുമില്ല. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റീഡ്രോ ഉണ്ടാവും, ബാക്കി ഡയഗ്രാം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? സെറ്റല്ലേ? ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? കമ്പയർ എ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് സെൽ വാൾ, വാക്യൂൾ, സെൻട്രിയോൾ. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെൽ വാൾ, വാക്യൂൾ, സെൻട്രിയോൾ. കോശഭിത്തി, ഫാനം, സെൻട്രിയോൾ. ഈ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാന്റ് സെല്ലിനെയും ആനിമൽ സെല്ലിനെയും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് മാക്സിമം ഏറ്റവും വൃത്തിയിൽ എഴുതാൻ നോക്കുക നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ഷീറ്റ്. സോ അപ്പോൾ നന്നായിട്ട് നല്ല നീറ്റായിട്ടൊരു കോളമൊക്കെ വരച്ചിട്ട് കമ്പയർ ചെയ്യാനൊക്കെ പറയുകയാണെങ്കിൽ കോളമൊക്കെ വരച്ച് മാക്സിമം നല്ല രീതിയിൽ എഴുതാൻ നോക്കുക കേട്ടോ നമ്മളുടെ ആൻസർ ഷീറ്റ്. സോ ഇതെങ്ങനെ എഴുതി കൊടുക്കാം നമുക്ക്? ഫീച്ചർ, പ്ലാന്റ് സെൽ, ആനിമൽ സെൽ. സവിശേഷത, സസ്യകോശം, ജന്തുകോശം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരിക? സെൽ വാൾ. പ്ലാന്റ് സെല്ലിന് സെൽ വാൾ ഉണ്ടോ? ഒബ്വിയസ്ലി പ്ലാന്റ് സെല്ലിന് കോശഭിത്തി ഉണ്ട്. സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ദൃഢമായ പുറംപാളിയാണുള്ളത്. ഔട്ടർ റിജിഡ് ലെയർ മേഡപ്പ് ഓഫ് സെല്ലുലോസ്. ആനിമൽ സെല്ലിന് സെൽ വാൾ ഇല്ല, വി നോ ദാറ്റ്. വാക്യൂൾ. ഫാനം പ്ലാന്റ് സെല്ലിൽ പ്രസൻ്റ് ആണ്. സ്റ്റോർ വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റസ് അല്ലേ? ജലം, പോഷകം, മാലിന്യം എന്നിവ സംഭരിക്കാനാണ് ഫാനം ഉപയോഗിക്കുന്നത്. എന്നാൽ ആനിമൽ സെല്ലിൽ ഫാനം ഉണ്ടോ? ജനറലി ആനിമൽ സെല്ലിൽ ഫാനം കാണാറില്ല. ഇനിയിപ്പോൾ ഫാനം ഉണ്ടെങ്കിൽ തന്നെ വാക്യൂൾ എങ്ങനെയായിരിക്കും? മച്ച് സ്മോളർ ആയിരിക്കും. ദെൻ കംസ് സെൻട്രിയോൾ പ്ലാന്റ് സെല്ലിലില്ല, ആനിമൽ സെല്ലിൽ പ്രസൻ്റ് ആണ്. സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൽ ഓർഗനല്ലാണ്. കോശവിഭജനത്തിന് സഹായിക്കുന്ന കോശാംഗമാണ് എന്ത്? സെൻട്രിയോൾ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കമ്പയർ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വിത്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതിൻ്റെ ടൈപ്പ് ഓഫ് ലെൻസും മാഗ്നിഫിക്കേഷനും. ഇപ്പോൾ 2 മാർക്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് അതിൻ്റെ ഹിൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് കമ്പയർ മൈക്രോസ്കോപ്പ് വിത്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ലെൻസ് എഴുതാം, അതിൽ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ കാര്യം എഴുതാം, അങ്ങനെയൊക്കെ എഴുതാം. പെർട്ടിക്കുലർലി ഹിൻസ് പോലെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ മിസ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഹിൻറ്റ് തന്നിട്ടുണ്ട്, ടൈപ്പ് ഓഫ് ലെൻസ്, മാഗ്നിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ എഗെയിൻ കമ്പയർ ചെയ്യാനാണ്. അപ്പോൾ ഒരു കോളത്തിൽ നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എഴുതാം, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എഴുതാം. എന്നിട്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ടൈപ്പ് ഓഫ് ലെൻസ് എന്താണ്? ഒന്നിൽ കൂടുതൽ ഗ്ലാസ് ലെൻസുകൾ ഉള്ളതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇലക്ട്രോമാഗ്നറ്റ്സ് ഉപയോഗിക്കുന്ന ലെൻസാണ് എന്ത്?
ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ലെൻസുകളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലുള്ളത്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് എഴുതാം, ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് എഴുതിയാലും ഓക്കെയാണ്. ഓക്കെ, വൈദ്യുത കാന്ത ലെൻസാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ. ഒന്നിൽ കൂടുതൽ ഗ്ലാസ് ലെൻസുകളാണ് നമ്മളുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ. ദെൻ മാഗ്നിഫിക്കേഷൻ, ആവർത്തനശേഷി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 1000 മടങ്ങാണ്. ഓക്കെ, 1000 ടൈംസ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ 1 മില്യൺ ടൈംസ് ആണ്. 1 ദശലക്ഷം, 10 ലക്ഷം മടങ്ങാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. പിന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണ് സൈറ്റോപ്ലാസം ന്യൂക്ലിയസ്. സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ് അതെന്താ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കോശദ്രവ്യം മർമ്മം, 1 വേർഡ് ക്വസ്റ്റ്യൻ ആട്ടോ. കോശദ്രവ്യം പ്ലസ് മർമ്മം എന്താണ്? വി നോ ദാറ്റ്, ജീവദ്രവ്യം. ഓക്കെ, അപ്പോൾ അവിടെ അത് ആ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള അവിടെ നമ്മൾ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ദെൻ ഫോർത്ത് വൺ എന്താണ്? The small cell organelle that may be seen attached to the endoplasmic reticulum are, again ഫില്ല് ചെയ്യണം ബ്ലാങ്ക്സിൽ. അപ്പോൾ എന്താണ്? അന്തർദ്രവ്യ ജാലികയിൽ ഒട്ടിപ്പിടിച്ച് കാണുന്ന ചെറിയ കോശാംഗം എന്താണ്? യെസ്, ഇറ്റ്സ് റൈബോസോം. മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ റൈബോസോം തന്നെയാട്ടോ പറയാറ്. 5th ക്വസ്റ്റ്യൻ, നെയിം ദ സിമ്പിൾ പ്ലാന്റ് ടിഷ്യൂ ഫോംഡ് ഫ്രം മെരിസ്റ്റമാറ്റിക് സെൽ. ഓക്കെ, മെരിസ്റ്റമാറ്റിക് കോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ലളിതമായ സ്ഥിരകലകൾ. ഓക്കെ, നമുക്കറിയാം പെർമനൻ്റ് ആയിട്ടുള്ള സിമ്പിൾ പ്ലാന്റ് ടിഷ്യൂസ് ഏതൊക്കെയാണ്? പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. ഓക്കെ, മറക്കില്ലല്ലോ. ദെൻ 6th ക്വസ്റ്റ്യൻ, നെയിം 3 type of plastids, compare them on the basis of pigment, color and function. ഓക്കെ, നമുക്ക് 3 തരം ജീവകണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അവയിൽ വർണ്ണകത്തിൻ്റെ നിറവും ധർമ്മവും എഴുതിയിട്ട് അവയെ കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 എണ്ണം ചോദിച്ചതുകൊണ്ട് നമുക്ക് 3 എണ്ണത്തിനെയും പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം. ദെൻ പിഗ്മെൻറ്റ് ഓർ വർണ്ണകം, മലയാളം സ്റ്റുഡൻസ് വർണ്ണകം എന്നും ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് പിഗ്മെൻ്റ് എന്നും എഴുതുക. ദെൻ ഫങ്ഷൻ, ധർമ്മം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. യെസ്, ക്ലോറോപ്ലാസ്റ്റ് എന്താണ് മക്കളെ? ക്ലോറോപ്ലാസ്റ്റ് ഹരിതകണം എന്നും പറയാം, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയും. ഗ്രീൻ പിഗ്മെൻറ്റ് കോൾഡ് ക്ലോറോഫിൽ പ്രസൻറ്റ്. ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന പിഗ്മെൻറ്റിൻ്റെ പേരാണ് ക്ലോറോഫിൽ. ഓക്കെ, ഹരിതകം എന്ന് പറയുന്ന വർണ്ണകമുണ്ട്, പച്ച നിറത്തിലുള്ള. ക്ലോറോഫിൽ എന്ന് എഴുതിയാലും ഓക്കെയാണ്. അതിൻ്റെ ധർമ്മം എന്താണ്? ഹെൽപ്സ് ടു അബ്സോർബ് സൺലൈറ്റ് ഫോർ സിന്തസൈസിങ് ഫുഡ്. ആഹാരം നിർമ്മിക്കുന്നത് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, ദെൻ ക്രോമോപ്ലാസ്റ്റ് എന്താണ്? വർണ്ണകണമാണ്. ഓക്കെ, ഇറ്റ്സ് എ കളേർഡ് പിഗ്മെൻറ്റ്. ഓറഞ്ച്, റെഡ്, യെല്ലോ ടൈപ്പ് ഓഫ് കളേർഡ് പിഗ്മെൻറ്റ്സ് ആണ് അതിൽ കാണുന്നത്. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ പോലെയുള്ള വർണ്ണകങ്ങൾ. ദെൻ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇമ്പാർട്ട് കളർ ടു അട്രാക്ട് ആനിമൽ ഫോർ പോളിനേഷൻ ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ. പരാഗണത്തിനും വിത്ത് വിതരണത്തിനും മൃഗങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ദെൻ കംസ് ല്യൂക്കോപ്ലാസ്റ്റ് വൈറ്റ് ഓർ കളർലെസ് പിഗ്മെൻറ്റ്സ് ആണുള്ളത്. വെള്ള അല്ലെങ്കിൽ നിറമില്ലാത്ത പിഗ്മെൻറ്റുകളാണ്. സ്റ്റോർ സബ്സ്റ്റൻസ് ലൈക്ക് സ്റ്റാർച്ച്, ഓയിൽ, പ്രോട്ടീൻ. ഓക്കെ, സ്റ്റാർച്ച്, ഓയിൽ, പ്രോട്ടീനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അന്നജം, എണ്ണ, പ്രോട്ടീൻ എന്നിവ വസ്തുക്കൾ സംഭരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഈസി ആയിട്ട് എഴുതില്ലേ? പിന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അൺലൈക്ക് ഡൈക്കോട്ട് സ്റ്റെം, മോണോകോട്ട് സ്റ്റെം ഡസ് നോട്ട് ഇൻക്രീസ് ഇറ്റ്സ് ഗർത്ത് ഓർ സൈസ്, ഇൻസ്റ്റെഡ് ഇൻക്രീസ് ഇറ്റ്സ് ലെങ്ത്. വാട്ട് വിൽ ബി ദ റീസൺ? ഓക്കെ, ദ്വിബീജപത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏകബീജപത്ര സസ്യങ്ങളിൽ ഒരു പരിധിയിലധികം കാണ്ഡം വണ്ണം വയ്ക്കാതെ നീളം കൂടി വരുന്നത് എന്തുകൊണ്ട്? കാരണം എന്ത്? ഓക്കെ, അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? ദ ഇൻക്രീസ് ഇൻ ഗർത്ത് ഓഫ് ദ സ്റ്റെം ഈസ് ഡ്യൂ ടു ദ ആക്ടിവിറ്റി ഓഫ് ലാറ്ററൽ മെരിസ്റ്റം. ഇൻ മോണോകോട്ട് സ്റ്റെം, the presence of intercalary meristems between the nodes is responsible for increase in length of stem, but they generally lack lateral meristem necessary for significant increase in girth. ഓക്കെ, അപ്പോൾ എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ ഏകബീജപത്രം മോണോകോട്ട് പ്ലാന്റ്സിൽ അവർക്ക് എന്തില്ല?
ലാറ്ററൽ മെരിസ്റ്റം അങ്ങനെ കാണാറില്ല. അവർക്കുള്ളത് ഇൻ്റർ കാലറി മെരിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ആ 2 മെരിസ്റ്റത്തിൻ്റെ പേരാണ് നിങ്ങൾ മെയിനായിട്ട് ഇതിൽ കാണേണ്ടത്. അതാണ് മിസ് അവിടെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എന്തായാലും വേണം. ഓക്കെ, ആ ഒരു സൈസ് കൂടാൻ വേണ്ടിയിട്ട് ലാറ്ററൽ മെരിസ്റ്റം, പാർഷ്യ മെരിസ്റ്റം, നീളം കൂടാൻ വേണ്ടിയിട്ട് ഇൻ്റർ കാലറി മെരിസ്റ്റം ആണ് എന്നുള്ളത് നിങ്ങൾ അവിടെ പറയണം. അതാണ് മാർക്ക്. ഓക്കെ, കാണ്ഡത്തിൻ്റെ വണ്ണം കൂടുന്നത് പാർശ്വമെരിസ്റ്റത്തിൻ്റെ പ്രവർത്തന ഫലമായാണ്. ഏകബീജപത്ര സസ്യങ്ങളിൽ 2 പർവ്വങ്ങൾക്കിടയിൽ കാണുന്ന പർവാന്തര മെരിസ്റ്റം തണ്ടിൻ്റെ നീളം വർദ്ധിപ്പിക്കാൻ കാരണമാവുന്നു. എന്നാൽ വണ്ണം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പാർശ്വമെരിസ്റ്റം ഇല്ലാത്തതിനാൽ ഏകബീജ സസ്യങ്ങളുടെ കാണ്ഡത്തിന് വണ്ണം കൂടാത്തത്. ഓക്കെ, ഇല്ലാത്തതിനാലാണ് ഏകബീജപത്ര സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെ വണ്ണം കൂടാത്തത്. സെറ്റല്ലേ? ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? 8th ക്വസ്റ്റ്യൻ. വേരുകളിൽ നിന്ന് ഇലകളിലേക്ക് ജലവും ലവണവും എത്തിക്കുന്നു സൈലം. അപ്പോൾ ഫ്ലോയത്തിൻ്റെ ധർമ്മം എന്താ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇലകളിൽ നിന്ന് ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഫ്ലോയം ചെയ്യുന്ന പണി. ഓക്കെ, കണ്ടക്ട് വാട്ടർ ആൻഡ് സോൾട്ട് ടു ദ ലീവ്സ് ഫ്രം റൂട്ട്, അതാണ് സൈലം. അപ്പോൾ ഫ്ലോയം എന്താണ്? ഫ്ലോയം ക്യാരീസ് ഫുഡ് ഫ്രം ലീവ്സ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് എന്ന് എഴുതാം. ഓക്കെ, സെറ്റല്ലേ? ഇനി ഒരു ടേബിളാണ് തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ഗിവൻ ടേബിൾ. താഴെ തന്നിരിക്കുന്ന ഈ ഒരു പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആനിമൽ പ്ലാന്റ് ടിഷ്യൂവും അതിൻ്റെ ഫങ്ഷനുമാണ് കേട്ടോ നമ്മളുടെ ആ ടേബിൾ. ജന്തു സസ്യകലകളും അതിൻ്റെ ധർമ്മവും. ഓക്കെ, അപ്പോൾ എന്താണ്? മസ്കുലാർ ടിഷ്യൂ, പേശികലാം തന്നിട്ടുണ്ട്. പിന്നെ എന്നിട്ടിട്ടുണ്ട്. അവിടെ ബ്ലാങ്ക് ആണ്, അവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഫങ്ഷൻ ഓർ ധർമ്മം. ഓക്കെ, ഇനി ആനിമൽ പ്ലാന്റ് ടിഷ്യൂ ഏതോ ഒന്നവിടെ ബ്ലാങ്ക് ആണ്, ബി എന്ന് പറയുന്നിടത്ത്. പക്ഷെ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ സർഫേസ്, ശരീരപ്രതലങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഏതാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ദെൻ തേർഡ് വൺ, സി, പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ്സ്, സസ്യഭാഗങ്ങൾക്ക് ദൃഢതയും താങ്ങും നൽകുന്നു. ഓക്കെ, ഡി, കോളൻ കൈമ അതിൻ്റെ ഫങ്ഷൻ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ എന്താ മക്കളെ? മസ്കുലാർ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ കമ്പോസ്ഡ് ഓഫ് സെൽസ് കേപ്പബിൾ ഓഫ് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ, ഹെൽപ്പ് ഇൻ മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ. മൂവ്മെൻറ്റിനും ലോക്കോമോഷനും ഹെൽപ്പ് ചെയ്യുന്നതാണ് മസിൽ ടിഷ്യൂ. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശം ശരീരചലനത്തെ സഹായിക്കുന്നു. ബിയോ, എപ്പിത്തേലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണകലയാണത്. സി, സ്ക്ലീറൻ കൈമ. ഡി, സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. കോളൻ കൈമ സസ്യങ്ങളുടെ ആകൃതിക്ക് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് പ്ലാന്റിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെയുള്ളതാണ് കോശ സിദ്ധാന്തം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്പ്ലെയിൻ സെൽ തിയറി. അപ്പോൾ അതൊരു 3 പോയിൻറ്റ്സ് ആണ്. അത് നമ്മൾ നോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഏതൊക്കെയാണ് ആ 3 പോയിൻറ്റ്സ്? ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 1 or more cells. Cell is the basic unit of life. New cells are originated from pre-existing cells. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് കോശം. മുമ്പ് നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ, ദെൻ 11th ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, ആരൊക്കെയാണ്? നമ്മളുടെ കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേരുണ്ട്. എൻ്റെ മക്കൾ സയൻറ്റിസ്റ്റുകൾ എന്തായാലും പഠിച്ചിട്ട് പോണേ. ഈ ചാപ്റ്ററിലും ഇനി വരാൻ പോകുന്ന ട്രീ ഓഫ് ലൈഫ്, ജീവൻ്റെ വൃക്ഷം ചാപ്റ്ററിലും എന്തുണ്ട്? ഒരുപാട് സയൻറ്റിസ്റ്റുകളെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ആര് ഏത് ചാപ്റ്ററിലുള്ളതാണ് എന്താ നിങ്ങൾ പക്കയാക്കിയിട്ട് പോകണേ. എന്തായാലും ആ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ റോബർട്ട് ഹുക്ക്, ജേക്കബ് ഷ്ലീഡൻ, തിയഡോർ ഷ്വാൻ, റുഡോൾഫ് വെർഷോ, ഈ 4 ശാസ്ത്രജ്ഞന്മാരെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് 4 ഓപ്ഷൻസും ഉണ്ട് അല്ലേ? എന്നിട്ട് മാച്ച് ചെയ്തത് എഴുതാൻ വേണ്ടിയിട്ടാണ്. സോ എന്താണ്? ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്, നിലവിലുള്ള കോശത്തിൽ നിന്ന് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നു. ബി, എല്ലാ ജന്തുക്കളും കോശനിർമ്മിതമാണ്. ഓൾ ആനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. സി, ഒബ്സർവ് സെൽ ആൻഡ് കോൾ ദം സെൽസ്, കോശങ്ങളെ നിരീക്ഷിച്ച് സെല്ലുകൾ എന്ന് വിളിച്ചു. അതാരാണ്?
ഡി, എല്ലാ സസ്യങ്ങളും കോശനിർമ്മിതമാണ്. ഓൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. ഉത്തരം ഇനി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി അറിയില്ലേ. ആൻസർ വരുന്നത് 1C, 2D, 3B, 4A. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്ലാന്റ് ടിഷ്യൂ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ ഗ്യാപ്പ് തന്നിട്ടുണ്ടാവും, ABCDE എന്ന് തന്നിട്ടുണ്ട്. അത് നമ്മളോട് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേ സെയിം ഫ്ലോ ചാർട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതെന്നെ മിസ് ഇവിടെ കോപ്പി ചെയ്ത് വെച്ചതാണ്. ഓക്കെ, സോ പ്ലാന്റ് ടിഷ്യൂ, സസ്യകലകളെ നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്, എയും ബിയും. ബി പെർമനൻറ്റ് ടിഷ്യൂ, സ്ഥിരകല എന്ന് കൊടുത്തിട്ടുണ്ട്. എ എന്താണ് നമ്മൾ എഴുതണം. എനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. ബി, സി മിസ് എഴുതിയിട്ടില്ല. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ലാറ്ററൽ മെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളവരെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ പെർമനൻറ്റ് ടിഷ്യൂവിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. സിമ്പിൾ ടിഷ്യൂ, ലളിതകലയും ഡി എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ആ ഡി നമ്മൾ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്ത് സൈലം ഫ്ലോയെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതേപോലെ സിമ്പിൾ ടിഷ്യൂ, ലളിതകലയെ 3ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തു. സ്ക്ലീറൻകൈമ, കോഡൽകൈമ തന്നു, ഒരു ഇയും തന്നു. അപ്പോൾ മിസ് ഈ ബ്ലൂ കളറിൽ എഴുതി കൊടുത്തിട്ടുള്ളതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, ബ്ലാക്ക് കളറിൽ എഴുതിയതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ മിസ് ബ്ലൂവിൽ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്? പ്ലാന്റ് ടിഷ്യൂ, സസ്യകലകളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും മെരിസ്റ്റമാറ്റിക് കലകളും പെർമനൻറ്റ് ടിഷ്യൂസും സ്ഥിരകലകളും. ഓക്കെ, ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ നമ്മൾ വീണ്ടും 3ആയിട്ട് തിരിച്ചു. എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇൻ്റർകാലറി മെരിസ്റ്റം, അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം. ഓക്കെ, ഇനി സിമ്പിൾ ടിഷ്യൂ, കോംപ്ലക്സ് ടിഷ്യൂ, സങ്കീർണകലയും ലളിതകലയും. അപ്പോൾ ലളിതകലകളിൽ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സങ്കീർണ കലകളിൽ സൈലം ആൻഡ് ഫ്ലോയം. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ക്രിസ്മസ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ് ചാപ്റ്റർ 3യും ചാപ്റ്റർ 4ഉം ചാപ്റ്റർ 5ൻ്റെ കുറച്ചും. ഓക്കെ, അപ്പോൾ അതിൽ ചാപ്റ്റർ 3യിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 4th ചാപ്റ്റർ, ട്രീ ഓഫ് ലൈഫ്, ജീവൻ്റെ വൃക്ഷം എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഡീൽസ് വിത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഈസ് കോൾഡ് ഡാഷ്. അവിടെ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കണം. ജീവികളെ വർഗീകരിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ആൻസർ ഇസ് ടാക്സോണമി. മലയാളത്തിലും ഇംഗ്ലീഷിലും ടാക്സോണമി തന്നെയാട്ടോ പറയാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓഡ് വൺ ഔട്ട്. ഒറ്റയായത് കണ്ടുപിടിക്കാനാണ്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? അമീബ, പാരമീസിയം, യുഗ്ലീന, മഷ്റൂം. ഓക്കെ, ഇതിലേതാണ് അമീബ, പാരമീസിയം, യുഗ്ലീന, മഷ്റൂം? ഇതിൽ മഷ്റൂം അല്ലേ ഓഡ് വൺ? യെസ്, മഷ്റൂം അല്ലെങ്കിൽ കൂൺ, അതാണ് ഓഡ് വൺ ആയിട്ടുള്ളത്, ഒറ്റയായത്. മഷ്റൂം ഒരു ഫംഗൈ ആണ്, ബാക്കിയെല്ലാം പ്രൊട്ടസ്റ്റയാണ്. മഷ്റൂം ഈസ് ഫംഗൈ, അതേഴ്സ് ആർ പ്രൊട്ടസ്റ്റസ്. കൂൺ ഫഞ്ചൈ ആണ്, ബാക്കിയുള്ളവ പ്രൊട്ടസ്റ്റുകളും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മഷ്റൂം, ഈസ്റ്റ്, മോൾഡ് ഓൺ ബ്രെഡ്, ബാക്ടീരിയ. കൂണ്, ഈസ്റ്റ്, പൂപ്പൽ, ബാക്ടീരിയ. ഇതിലാരാ മക്കളെ ഓഡ് വൺ? ഈ ബാക്ടീരിയ ആണ് ഓഡ് വൺ. ബാക്കിയെല്ലാവരും ബാക്ടീരിയ കിങ്ഡം മൊനീറയിലാണ്, ബാക്കിയുള്ളവ കിങ്ഡം ഫഞ്ചയിലെ ആൾക്കാരാണ്. ഓക്കെ, സോ ബാക്ടീരിയ ഇസ് ഇൻ കിങ്ഡം മൊനീറ, അതേഴ്സ് ആർ ഇൻ ഫംഗൈ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആവും. അപ്പോൾ നമ്മളിങ്ങനെ അതിൽ ഓഡ് വൺ എഴുതിയിട്ട് അതിൻ്റെ റീസൺ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എഴുതി കൊടുക്കണം കേട്ടോ. പിന്നെയുള്ള ക്വസ്റ്റ്യൻ, കറക്റ്റ് ദ എറേഴ്സ് ഫൗണ്ട് ഇൻ അണ്ടർലൈൻഡ് പാർട്ട്. ക്വസ്റ്റ്യനിൽ അണ്ടർലൈൻ ചെയ്ത പാർട്ടിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താ? The scientific method of naming organisms where genus name come first and species name come second is called taxonomy. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ലെറ്റ്സ് അസസ് എന്ന് പറയുന്ന പാർട്ടിലും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു മോഡൽ മിസ് ഉണ്ടാക്കി നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ടാക്സോണമി? അപ്പോൾ ടാക്സോണമി ആണോ അല്ലയോ? നെക്സ്റ്റ് ബി, ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ജോൺ റേ.
ജോൺറേ ആണോ ഒരു സയൻറ്റിഫിക് നെയിമിംഗ് കൊടുക്കുന്ന പദ്ധതി കൊണ്ടുവന്നത് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഓക്കെ, ദെൻ സി, വെൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ദ ജീനസ് നെയിം ഷുഡ് ബിഗിൻ വിത്ത് സ്മോൾ ലെറ്റർ. ആണോ? സ്മോൾ ലെറ്റർ ഓർ ക്യാപിറ്റൽ ലെറ്റർ? സയൻറ്റിഫിക് നെയിം ഷുഡ് പ്രിൻറ്റഡ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ് വെൻ ടൈപ്ഡ്. യെസ്, ഇതാണ് ആ 4 സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ടാക്സോണമി, ജോൺറേ, സ്മോൾ ലെറ്റർ, ബോൾഡ് ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ട. ഓക്കെ, മലയാളം വേർഷനും കൂടെ നോക്കുകയാണെങ്കിൽ ഒരു ജീവിയുടെ സ്പീഷീസ് നാമം രണ്ടാമത് വരികയും ജീനസ് നാമം ആദ്യം വരികയും ചെയ്യുന്ന ശാസ്ത്രീയ നാമകരണ രീതിയാണ് ടാക്സോണമി. ഈ രീതി വികസിപ്പിച്ചത് ജോൺ റേ ആണ്. ഇംഗ്ലീഷിൽ ശാസ്ത്രീയ നാമം എഴുതുമ്പോൾ ജീനസ് നാമം ചെറിയ അക്ഷരത്തിലായിരിക്കണം. ശാസ്ത്രീയ നാമം അച്ചടിക്കുമ്പോൾ ബോൾഡ് അക്ഷരത്തിൽ അച്ചടിക്കണം. ഓക്കെ, അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ അടിവരയിട്ടടുത്തൊക്കെ തെറ്റുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തത് എ എന്താണ്? ടാക്സോണമി അല്ല, ബൈനോമിയൽ നോമൻക്ലേച്ചറാണ്, ദ്വിനാമ പദ്ധതിയാണ് കേട്ടോ. രണ്ടാമത്തത് ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നത് കാൾ ലിനിയസ് ആണ്, ജോൺ റേ അല്ല. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്ത് ജീനസ് നെയിം ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ ലെറ്റർ, വലിയ അക്ഷരത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. ദെൻ ഇറ്റാലിക്സ്, അതായത് ശാസ്ത്രീയ നാമം നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റാലിക്സിലാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്നത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്, അതായത് ചേരുംപടി ചേർക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ സയൻറ്റിസ്റ്റിൻ്റെ നെയിമാണ് മാച്ച് ദ ഫോളോയിങ്ങിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മിസ് അത് ഇവിടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് നോക്കണം. ഓക്കെ, ഇവിടെ മിസ് കൊടുത്തിട്ടുള്ളത് കിങ്ഡംസിൻ്റെ ആ ഒരു മാച്ച് ദ ഫോളോയിങ് ആട്ടോ. അപ്പോൾ 5 കിങ്ഡം തന്നിട്ടുണ്ട്. കിങ്ഡം മൊനീറ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്രൊട്ടസ്റ്റ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ. ഓക്കെ, അതിൽ 5 സ്റ്റേറ്റ്മെൻറ്റ്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ഏതിന് മാച്ച് എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എ എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിലൂടെ സ്വന്തമായ ആഹാരം നിർമ്മിക്കുന്ന ബഹുകോശ ജീവി. പ്രോകാരിയോട്സ് ഡു നോട്ട് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ്, പ്രോകാരിയോട്ടാണ്, വ്യക്തമായ മർമ്മയില്ല. മൂന്നാമത്തത് യൂകാരിയോട്ട് ദാറ്റ് ആർ സാപ്രോഫൈറ്റ്സ്, ശവോപജീവികളായിട്ടുള്ള യൂകാരിയോട്ടുകൾ. ഡി മൾട്ടി സെല്ലുലാർ ഹെറ്ററോട്രോപ്സ്, ദേ ഹാവ് ലോക്കോമോട്ടറി ഓർഗൻസ് ആൻഡ് ഡെഫിനിറ്റ് റിസപ്റ്റേഴ്സ്, ബഹുകോശ പരപോഷികളാണ്, ചലനോപാധികളും നിയതമായ ഗ്രാഹിയും ഉണ്ട്. യൂണിസെല്ലുലാർ യൂകാരിയോട്ട്, എക്സാമ്പിൾ അമീബ, ഏകകോശ യൂകാരിയോട്ട്, ഉദാഹരണം അമീബ. അപ്പോൾ ഇത് ഏതൊക്കെയാണ് മക്കളെ? 1 കിങ്ഡം മൊനീറക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ബി ആണ്, 2 സി, 3 ഇ, 4 എ, 5 ഡി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു 5 കിങ്ഡത്തെ കുറിച്ചിട്ടും പഠിച്ചിട്ട് പോകണം. ഓക്കെ, പിന്നെ ക്ലാസിഫിക്കേഷൻ ലെവൽ ഓഫ് ടൈഗർ, കടുവയുടെ വർഗീകരണ തലങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ കടുവ. ഓക്കെ, അപ്പോൾ കടുവൻ്റെ കിങ്ഡത്തിൻ്റെ അവിടെ നമ്മൾ എ കൊടുത്തിട്ടുണ്ട്. ഫൈലം കോർഡേറ്റയാണ്. മമേലിയ എന്താണെന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഓർഡർ എന്താണെന്ന് എഴുതി കൊടുക്കണം, ദാറ്റ് ഇസ് സി. ഫാമിലി ഫെലിഡെ. പാന്തറ എന്താണ് എന്ന് എഴുതുക, സ്പീഷീസ് ആ നെയിം എഴുതുക. അതുപോലെ തന്നെ മലയാളത്തിലും വലിയ മാറ്റമൊന്നുമില്ല, ഇംഗ്ലീഷിലും മലയാളം ടേംസൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരിക? എ അനിമേലിയാണ് കേട്ടോ. ടൈഗറിൻ്റെ കിങ്ഡം അനിമേലിയാണ്. ഫൈലം കോർഡേറ്റ, ക്ലാസ് ആണ് മമേലിയ, ഓർഡർ കാർണിവോറയാണ്, ഫാമിലി ഇസ് ഫെലിഡെ, ജീനസ് നെയിമാണ് പാന്തറ, സ്പീഷീസ് ഇസ് പാന്തറ ടൈഗ്രസ്. ഓക്കെ, അപ്പം അതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇതേപോലെ തന്നെ കോക്കനട്ട് ട്രീൻ്റെയും നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അതും നിങ്ങൾ ഇതേപോലെ പഠിച്ചു വെക്കണം കേട്ടോ. രണ്ടും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. കോക്കനട്ട് ട്രീയും നമ്മളോട് ചോദിക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഇറ്റ് ഈസ് നെസസറി ടു കൺസിഡർ എവല്യൂഷണറി ആൻഡ് ജനറ്റിക് റിലേഷൻഷിപ്സ് ഇൻ മോഡേൺ ക്ലാസിഫിക്കേഷൻ, ഡെമോൺസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. Okay, so it is important to consider evolutionary and genetic relationships in modern classification because classification based on only on external features can be misleading and
lead to genetically related organism being placed in different groups or unrelated organism being grouped together. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോഡേൺ ക്ലാസിഫിക്കേഷൻ്റെ സമയത്ത് നമ്മളിപ്പോൾ ജനറ്റിക് റിലേഷൻഷിപ്പും എവല്യൂഷണറി റിലേഷൻഷിപ്പൊക്കെ നോക്കിയിട്ടാണ് ജീവികളെ ക്ലാസിഫൈ ചെയ്യുന്നത്. പണ്ട് നമ്മൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രമേ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് സാൽവീനിയ, വോൾഫിയ, അസോള അവരെയൊക്കെ കുറിച്ചിട്ട് പഠിച്ചു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാൽവീനിയ ആൻഡ് വുൾഫിയ അവർ സിമ്പിൾ സ്ട്രക്ചേർഡ് ആണ്, പക്ഷെ അവർ രണ്ടുപേരും ഒരേ ഫാമിലിയിലല്ല ഉൾപ്പെടുന്നത്. Genetic analysis shows that Wolffia is more closely related to flowering plants like Anthurium than to non-flowering plants like Salvinia and Azolla. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാർക്കിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ചുരുക്കിയിട്ടും എഴുതാം. ഓക്കെ, അപ്പോൾ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൽ ജീവികളുടെ പരിണാമപരവും ജനിതകപരവുമായിട്ടുള്ള സവിശേഷതകൾ പരിഗണിക്കുന്നതിൻ്റെ ആവശ്യകത എന്ത്? ഉദാഹരണ സഹിതം വിശദീകരിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം? ബാഹ്യഘടന മാത്രം പരിഗണിച്ചുള്ള വർഗീകരണത്തിൽ ജനിതകപരമായി അടുപ്പമുള്ള ജീവികൾ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ പെടാനുള്ള സാധ്യത ഏറെയാണ്. ഉദാഹരണം, ആധുനിക വർഗീകരണ ശാസ്ത്രം അനുസരിച്ച് അപുഷ്പിയായിട്ടുള്ള ആഫ്രിക്കൻ പായൽ അസോള ഒരു ഫാമിലിയിലെ അംഗമാണ്. എന്നാൽ വുൾഫിയയും ആന്തൂറിയവും സപുഷ്പികളാണ്. ബാഹ്യ പ്രകൃതിയിൽ വലിയ അന്തരമുണ്ടെങ്കിലും ഇവയെ ഒരേ ഫാമിലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പരിണാമപരവും ജനിതകപരവുമായിട്ടുള്ള സവിശേഷതകൾ പരിഗണിക്കുന്നത് മൂലം ജീവികളുടെ യഥാർത്ഥ ബന്ധങ്ങളെയും പൊതുപൂർവികരെയും പ്രതിഫലിപ്പിക്കുന്നു. അതായത് ബാഹ്യഘടന മാത്രമല്ല, നമ്മൾ ജനിതകപരവും പരിണാമപരവും, അതായത് എവല്യൂഷണറി ആൻഡ് ജനറ്റിക് റിലേഷൻഷിപ്പും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, പിന്നെയുള്ളത് 7th ക്വസ്റ്റ്യൻ എന്താണ്? ടൈഗർ ഇസ് പാന്തറ ടൈഗ്രസ്. അപ്പോൾ കോക്കനട്ട് ട്രീ എന്താ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ്സ് കോക്കോസ് ന്യൂസിഫെറ. ഓക്കെ, അതേപോലെ തന്നെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള വേറൊരു സയൻറ്റിഫിക് നെയിമാണ് ഡോഗിൻ്റെ, കാനസ് ഫാമിലിയാരിസ്. അപ്പോൾ എൻ്റെ മക്കൾ അതും ആലോചിച്ച് വെക്കണേ. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് ചോദിക്കാനാവും കൂടുതൽ ചാൻസ്. ഓക്കെ, സോ പാന്തറ ടൈഗ്രസ്, കോക്കോസ് ന്യൂസിഫെറ, കാനസ് ഫാമിലിയാരിസ്. പിന്നെ ഹോമോസാപ്പിയൻ, മെൻഷൻ ഹോമോസാപ്പിയൻ. പിന്നെ നെയിം 2 ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ഫൗണ്ട് ഇൻ പ്രൊട്ടിസ്റ്റസ്. പ്രൊട്ടിസ്റ്റകളിൽ കാണുന്ന ചലനോപാധി ഏത് എന്നുള്ളതാണ്. ഫ്ലജല്ല, സീലിയ, സ്യൂഡോപോഡിയ. ഫ്ലജല്ല, സീലിയ, കപടപാദം. ഓക്കെ, പിന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണ് വിച്ച് കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു 2 ഡിസ്റ്റിങ്ക്റ്റ് കിങ്ഡം ഇൻ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 6 കിങ്ഡം വർഗീകരണത്തിൽ ഒരു കിങ്ഡത്തെ 2ആയിട്ട് വിഭജിച്ചു. ആ കിങ്ഡം ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് കിങ്ഡം മൊനീറ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഏത് കിങ്ഡത്തെയാണ് ഡിവൈഡ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇനി ഏതൊക്കെ കിങ്ഡമാണ് 6 കിങ്ഡത്തിൽ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിങ്ഡം ആർക്കി ബാക്ടീരിയ, കിങ്ഡം യു ബാക്ടീരിയ, അങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ. ദെൻ നെയിം 2 ഡിസീസ് കോസിങ് പ്രൊട്ടിസ്റ്റ. പ്ലാസ്മോഡിയം, എൻഡമീബ, ഹിസ്റ്റോലിറ്റിക്ക. 2 രോഗകാരികളായിട്ടുള്ള പ്രൊട്ടിസ്റ്റകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലാസ്മോഡിയം, എൻഡമീബ, ഹിസ്റ്റോലിറ്റിക്ക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണോ അതോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വേണോ എന്നത് കമൻറ്റ് ബിലോ. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് ജസ്റ്റ് ആസ്ക്. ഓക്കെ, താങ്ക് യു.